നമസ്കാരം, ലാബ്ഡി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് കാശ്മീർ പോകുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ പ്രീപെയ്ഡ് സിം ആയിരിക്കും ഉള്ളത്. പ്രീപെയ്ഡ് സിം കാശ്മീരിൽ അലൗഡ് അല്ല. അതിന് കുറച്ച് സെക്യൂരിറ്റി റീസൺസ് കാരണം പ്രീപെയ്ഡ് സിം അവിടെ വർക്ക് ചെയ്യില്ല. നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ അവിടെ എത്തുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രീപെയ്ഡ് സിം ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഏക മാർഗം പോസ്റ്റ് പെയ്ഡ് സിമ്മാണ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള 4 പോസ്റ്റ് പെയ്ഡ് സിം ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് BSNL, ജിയോ, എയർടെൽ, VI. ഈ 4 സിമ്മുകൾക്ക് അവിടെ പോസ്റ്റ് പെയ്ഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിമ്മുകളെല്ലാം 2 രീതിയിൽ നമുക്ക് അവൈലബിൾ ആവും. ഒന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ട് പോകുക എന്നുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനോ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആവുന്നതാണ് ഞാൻ നെറ്റിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സിം റെഡിയാക്കിയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ സിം ചെക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ എല്ലാവിധ ബാങ്കിങ് സർവീസുകളും സ്റ്റോപ്പായി പോകുന്നതാണ്. പിന്നീട് ഇപ്പം നമ്മൾ വേറെ സിം ഇട്ടു നെറ്റ് കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും അല്ലെങ്കിൽ iMobile, ഫെഡ്ബുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രീപെയ്ഡ് സിം ആയതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നതുകൊണ്ട് SMS റിസീവ് ആയില്ല. നമുക്ക് ഗൂഗിൾ പേയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പ് ആയി പോകുന്നതായിരിക്കും. ഇതാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഞാൻ വളരെ പ്രാധാന്യമായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ടീമിലെ ഒരാൾക്കെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സിം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സെറ്റ് ആക്കിയിട്ട് പോവുക. പ്രിഫറബിളി BSNL. നമ്മുടെ സെയിം നമ്പറിൽ തന്നെ പോസ്റ്റ് പെയ്ഡ് അവൈലബിൾ ആകാനായിട്ട് BSNL ഓഫീസ് സ്റ്റെപ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. BSNL ഓഫീസിൽ ചെല്ലുക, അവിടെ റിക്വസ്റ്റ് നമ്മുടെ കാര്യം പറയുക, നമുക്ക് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ആക്കണം എന്നുള്ള കാര്യം പറയുക. എന്നിട്ട് 500 രൂപ ഒരു അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് അവിടെ പേ ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു പ്ലാൻ അവർ ആക്ടിവേറ്റ് ചെയ്ത് തരും. 25 ചെറിയ ഡാറ്റ മതിയാവും നമുക്ക്. 25 GB അൺലിമിറ്റഡ് കോൾ, 1 മാസത്തേക്കുള്ള ഏതെങ്കിലും പ്ലാൻ, പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇന്ന് രാവിലെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ് പെയ്ഡ് സിം ആക്ടിവേറ്റ് ആവും. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അന്നത്തെ ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കൂൾ ഓഫ് ടൈം കാണും. അന്ന് രജിസ്റ്റർ ചെയ്ത് സിം പ്രീപെയ്ഡ് എടുത്ത് പോസ്റ്റ് പെയ്ഡ് ആക്കി കഴിഞ്ഞാലും അന്നൊരു കൂൾ ഓഫ് ടൈം കാണും. നമുക്ക് 5000 രൂപ പെർ ഡേ ആ ദിവസത്തേക്ക് നമുക്ക് ട്രാൻസാക്ഷൻ എനേബിൾ ആകത്തുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ തന്നെ ഈ പ്രീപെയ്ഡിനെ പോസ്റ്റ് പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അതും ബാങ്കിൽ കൊടുത്തിരിക്കുന്ന സെയിം നമ്പറിൽ പോസ്റ്റ് പെയ്ഡ് ആക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മെഡിസിൻ. ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ നോർമലി കഴിക്കുന്ന ജനറൽ മെഡിസിൻ. ഇപ്പം നിങ്ങൾക്ക് പ്രായമുള്ളവരാണെങ്കിൽ ഡെയിലി കഴിക്കുന്ന മരുന്നുകളൊക്കെ കാണും. ആ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം മോഷൻ സിക്നസ്. അതായത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ മോഷൻ സിക്നസും അങ്ങനത്തെ കാര്യങ്ങളുള്ളവർ അതിന് സ്പെഷ്യലായിട്ട് മരുന്നെടുക്കും. പിന്നെ എനിക്ക് അവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി ഒന്നും അറിയില്ല. അത് കാരണം ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ ഫുഡ് പോയിസണിന്റെ മരുന്നുകൾ എടുക്കും. അങ്ങനെ ഉണ്ടാവണമെന്നല്ല, ഇൻ കേസ് അങ്ങനെ ഉണ്ടായാലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫറബിളി നമുക്ക് ഫുഡ് പോയിസണിന്റെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലിക്വിഡ് മണി. അവിടെ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില കടകളിലും ലോക്കൽ ഷോപ്പുകളിലും അത് റിസീവ് ചെയ്യണമെന്നില്ല. അവിടെ കൂടുതലും നമ്മൾ കയ്യിൽ ലിക്വിഡ് മണി കരുതാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻറ്റ്, ഈ നാലാമത്തെ എന്നുള്ളതുകൊണ്ട് ഇത് നാലാമതാണ്. ആദ്യത്തെ പ്രയോറിറ്റി കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെന്നല്ല, എല്ലാത്തിനും ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി ആണുള്ളത്. അപ്പോൾ നാലാമത്തെ കാര്യം സീസണൽ ക്ലോത്ത്. ആക്ച്വലി ഞാൻ നോക്കിയ പ്രകാരം മെയിനായിട്ട് 3 സീസണാണുള്ളത്: സമ്മർ, വിൻ്റർ, ഓട്ടം. അപ്പോൾ വിൻ്റർ ടൈമിലൊക്കെ പോകണമെങ്കിൽ -डिग्री പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്ത്സ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെന്റിന് അവൈലബിൾ ആണെന്നാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷനും ഗൂഗിൾ പേയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ പവർ ലോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പവർ ബാക്കപ്പ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് മെയിനായിട്ടും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ. ഇതുകൂടാതെ ചിലർക്ക് ക്യാമറ, വ്ളോഗ് ചെയ്യുന്നവർക്ക് അതിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ പോകുമ്പോൾ ഇത്രയും എങ്കിലും കൺസിഡർ ചെയ്യാം. സോളോ ട്രിപ്പ് പോകുന്നവർക്ക് ഇതൊന്നും പ്ലാൻ ചെയ്യാതെ പോകുന്ന അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷേ കുടുംബമായിട്ടൊക്കെ പോകുന്നവർ കുറച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സെറ്റാക്കാൻ നോക്കുക. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ എൻ്റെ പ്ലാനിങ് ആണ്. നിങ്ങളുടെ വേറെ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് ജസ്റ്റ് പ്ലാനിങ് മാത്രമാണ്. ഞാനൊരു 5 ദിവസത്തെ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ്ങും പോയി വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസും അതിന് അടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ലാബ്ഡി വ്ലോഗ്സ്.